ഹലോ, ഹായ്. എല്ലാ സൗഹൃദങ്ങൾക്കും സ്നേഹം. സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കാറുണ്ട്. ഒരുപാട് ധനം, നല്ല വീട്, വാഹനം, സൗകര്യങ്ങളുള്ള ജീവിതം, ഇതൊക്കെ ഏത് മനുഷ്യ മനസ്സാണ് ആഗ്രഹിക്കാത്തത്? മനുഷ്യരെല്ലാം അവനവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രയത്നിക്കാറുമുണ്ട്. ചില മനുഷ്യർ ജീവിതയാത്രയുടെ ആരംഭത്തിൽ അലസരാണെങ്കിൽ കൂടി മുന്നോട്ട് പോകവേ തങ്ങൾക്കും മറ്റുള്ളവരെ പോലെ നന്നായി ജീവിക്കണം എന്നൊരു ബോധം അവരിലേക്ക് വരികയും അവരും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യാറുണ്ട്. മിടുക്കരായ ചില മനുഷ്യർ, അവർക്കേറെ കഴിവുണ്ടായിരിക്കും. അവർ ജീവിതയാത്രയിൽ ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്യും. പക്ഷേ തങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് സാധിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ അവർ ജീവിതത്തിൽ നേടിയെന്നിരിക്കും. പക്ഷെ അവരുടെ സ്വപ്നം എന്താണോ അത് നേടാൻ അവർക്ക് സാധിക്കില്ല. അവരെക്കാൾ കഴിവ് കുറഞ്ഞ ആളുകൾ ചിലപ്പോൾ അവരുടെ സ്വപ്നത്തിൻ്റെ മേൽ കയറിപ്പോയെന്നിരിക്കും. ഇവിടെ ഈ ആളുകളുടെ മനസ്സിൽ ഒരു ചോദ്യം എപ്പോഴും ഉണ്ടാകും: എവിടെയാണ് തങ്ങൾക്ക് പാളിച്ച പറ്റിയതെന്ന്. ആ ഒരു ചോദ്യം അവരെ വല്ലാതെ അലട്ടുമ്പോൾ അവർ തന്നെ അതിനുള്ള ഉത്തരം കണ്ടെത്തും. തങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു പോരായ്മ കൊണ്ടായിരിക്കും അത് നേടാൻ സാധിക്കാതെ പോയതെന്ന്. ഒരേപോലെ മിടുക്കരായ ഒരേ വിഷയം പഠിച്ചിറങ്ങിയ രണ്ടുപേർ, അവർക്ക് ഒരു സ്ഥാപനത്തിൽ ജോലി ലഭിക്കുമ്പോൾ ഒരാൾക്ക് നൽകപ്പെടുന്നത് മണിക്കൂറിന് 5000 രൂപയാണെങ്കിൽ മറ്റേയാൾക്ക് അതേ മണിക്കൂറിന് 50,000 വരെ നൽകപ്പെട്ടേക്കാം. എന്താണ് ഇവിടെ വ്യത്യാസം? രണ്ടുപേരും ഒരേപോലെ മിടുക്കരാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഈ വേതനം വ്യത്യസ്തമായിരിക്കുന്നത്. കഴിവിന്റെയാണോ അതോ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണോ? ഇവ രണ്ടുമല്ല, മറിച്ച് മനുഷ്യന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് പുരോഗതി എന്നത് നാം നേടുന്ന വിദ്യാഭ്യാസമോ നമ്മിലുള്ള കഴിവോ മാത്രമല്ല, മറിച്ച് നാം നമുക്ക് നൽകുന്ന മൂല്യം കൂടിയാണ്. നിങ്ങൾ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. പണം നിങ്ങളെ തേടിയെത്തും. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്? അതിന് നാം നമ്മിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ജീവിതത്തിന് എല്ലായ്പ്പോഴും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ചില ആളുകളുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കണം എന്നുത്തരം പറഞ്ഞു പോകും. മറ്റു ചിലരുണ്ട്, എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ കൃത്യമായൊരു മറുപടി അവർക്കുണ്ടായിരിക്കും. അവർക്കത് നേടാൻ സാധിക്കുകയും ചെയ്യും. അതേസമയം എന്തെങ്കിലുമൊക്കെ നേടിയാൽ മതിയെന്ന് പറഞ്ഞു പോകുന്ന ആളുകൾ, അവർക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിന് തീവ്രമായൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, ജീവിതത്തിൽ ചില സമയങ്ങളിൽ ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിരുന്നാലും നാം തിരികെ ആ സ്വപ്നത്തിന്റെ വഴിയിലേക്ക് തന്നെ എത്തും. ആ സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കണം എന്നുള്ള ചിന്തയിൽ ജീവിതത്തിലെ അനാവശ്യമായ ചിന്തകളെ നാം അങ്ങ് ഒഴിവാക്കും. പ്രാധാന്യം കൊടുക്കേണ്ടതിന് മാത്രം പ്രാധാന്യം കൊടുക്കും. എല്ലായ്പ്പോഴും ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടാകേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ സ്വപ്നം എന്താണോ അതിനെക്കുറിച്ച് മറ്റുള്ള ആളുകളോട് പറയാതിരിക്കും. നിങ്ങൾ ചുറ്റുമുള്ള ആളുകളോട് നിങ്ങളുടെ സ്വപ്നം എന്താണ് എന്ന് പറഞ്ഞു പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കത് നേടാൻ സാധിച്ചില്ലെങ്കിൽ അവർ നിങ്ങളെ വല്ലാതെ കളിയാക്കിയിരിക്കും. അതിൻ്റെ കൂടെ അവരിങ്ങനെ പറയും: അവന് വാചകം പഠിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരുന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരാജയം നേരിടുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആദ്യം ഒന്ന് നോവുമെങ്കിലും അവിടെ മറ്റുള്ള ആളുകളുടെ കുത്തുവാക്കുകളൊന്നും ഏറ്റില്ലെങ്കിൽ ആ മനസ്സ് തനിയെ വീണ്ടും പ്രവർത്തിക്കാൻ സജ്ജമാകും. നിങ്ങൾ വീണ്ടും ശ്രമിക്കും. സന്തോഷം തിരിച്ചു വരികയും ചെയ്യും. അതേസമയം ഉള്ള ആളുകളോട് നിങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാജിതരാകുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ സങ്കടം മാത്രമല്ല, ചുറ്റുമുള്ള ആളുകളുടെ കുത്തുവാക്കുകൾ അതുകൂടി നിങ്ങളുടെ മനസ്സ് ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങൾക്കുണ്ടാകുന്ന പരാജയവേദന, അതിന് പുറമെ മറ്റുള്ള ആളുകളിൽ നിന്നുള്ള കുത്തുവാക്കുകൾ, ഇതും കൂടിയാകുമ്പോൾ നിങ്ങളിലുള്ള എല്ലാ വിശ്വാസവും തകരും. നിങ്ങളുടെ മനസ്സ് പിന്നീട് ഒരുപാട് സമയങ്ങൾക്ക് ശേഷമേ പഴയ സ്ഥിതിയിലേക്ക് മടങ്ങുകയുള്ളൂ. പിന്നെ ഒന്നുകൂടി ശ്രമിക്കാൻ നിങ്ങളുടെ മനസ്സ് ചിലപ്പോൾ പിറകോട്ട് പോയെന്നിരിക്കും. വല്ലാത്ത പേടിയായിരിക്കും. ഇനിയും പരാജയപ്പെട്ടാൽ മറ്റുള്ള ആളുകൾ എന്ത് പറയുമെന്നുള്ള പേടി. നാം നമ്മിലേക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ മുഖത്ത് ഉറങ്ങുമ്പോൾ മാത്രം നാം അടയ്ക്കുന്ന കണ്ണുകൾ, അവ എല്ലായ്പ്പോഴും തുറന്നിരിക്കുകയാണ്. അവ നമ്മോട് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാഴ്ചകളും നാം കാണണമെന്നാണ്. നമ്മുടെ ഈ 2 ചെവികൾ അവ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നാം കേൾക്കണമെന്ന് നമ്മോട് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ വാ അതെല്ലായ്പ്പോഴും തുറന്നിരിക്കുകയല്ല. അത് നമ്മോട് പറയുന്നത് ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതിയെന്നാണ്. നിങ്ങൾ പറയേണ്ടത് മാത്രം പറയാൻ പഠിക്കുക. മറ്റുള്ളവരോട് പറയേണ്ടാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. പ്രത്യേകിച്ചും നിങ്ങളുടെ സ്വപ്നങ്ങൾ അതെന്തിനെക്കുറിച്ചും ആയിക്കോട്ടെ. നിങ്ങളൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവോ, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുവോ, എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊള്ളുക. നിങ്ങളത് നേടിയെടുക്കുമ്പോൾ മറ്റുള്ള ആളുകൾ അറിഞ്ഞുകൊള്ളും.
ആ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ അവർ വന്നോട്ടെ. നിങ്ങളെ അവരുടെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക. മൗനം വിദ്വാന ഭൂഷണം എന്ന് നാം കേട്ടിട്ടുണ്ട്. അതേറെ സത്യമുള്ള കാര്യമാണ്. ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത വാക്കുകൾ പറയാതിരിക്കുക. തങ്ങളേറെ മിടുക്കരാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ചില ആളുകളുണ്ട് വാതോരാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും ആൾക്കൂട്ടത്തിനിടയ്ക്ക് അറിവില്ലാത്ത വിഷയത്തെക്കുറിച്ച് പോലും അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരെ ബോധിപ്പിക്കണം തങ്ങളേറെ മിടുക്കനാണെന്ന്. പക്ഷേ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അവരുടെ വായിൽ നിന്ന് തന്നെ അവർക്ക് കെണിയാകുന്ന എന്തെങ്കിലും ഒരു മണ്ടത്തരം വീണെന്ന് വിധിക്കും. അതിൽ തീരും അവരുടെ ആ മിടുക്കിൻ്റെ മഹാത്മ്യം. വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നത് പോലെ ആയിപ്പോവും. ഒരുപാടങ്ങ് സംസാരിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു മണ്ടത്തരം വീഴും. അത് മറ്റുള്ള ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്യും. ചില പ്രശസ്തരായ വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, എങ്കിലും ചോദിക്കപ്പെടുമ്പോൾ അവർ ഒന്നോ രണ്ടോ വാക്കിൽ അവരുടെ ഉത്തരം ഒതുക്കും. അവർക്ക് വാതോരാതെ സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, അവർക്കറിയാം എവിടെ എത്രമാത്രം സംസാരിക്കണമെന്ന്. വാക്കുകൾക്കേറെ മൂല്യം അവർ നൽകുന്നുണ്ട്. ആളുകൾ കൂടി നിൽക്കുമ്പോൾ നാം പറയുന്ന കാര്യം മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഉറക്കെ ഉറക്കെ വിളിച്ചു പറയേണ്ടതില്ല. നാം മിടുക്കരാണെങ്കിൽ നാം പറയുന്ന കാര്യം എത്ര പതുക്കെയാണെങ്കിലും ആളുകൾ അത് ശ്രദ്ധിക്കണം. അങ്ങനെയാവാൻ ശ്രമിക്കണം. വാക്കുകൾക്ക് എപ്പോഴും മൂല്യം നൽകുക. ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കുക. ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരാളെ തൂക്കിലേറ്റാൻ വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. ഏറ്റാൻ ശ്രമിക്കുന്നതിനിടെ കയർ പൊട്ടി അദ്ദേഹം താഴെ വീണു. അന്നത്തെ കാലത്ത് അങ്ങനെ കയർ പൊട്ടി വീണാൽ ആ കുറ്റവാളിയുടെ ഭാഗ്യമാണെന്ന് കരുതി അയാളെ മോചിപ്പിച്ചു വിടും. ഈ വാർത്ത ഭടന്മാർ രാജാവിനെ അറിയിച്ചു. രാജാവ് അയാളെ മോചിപ്പിക്കൂ എന്ന് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് രാജാവിൻ്റെ ഉപദേശകരിൽ ഒരാൾ ഭടന്മാരോട് ചോദിച്ചു, അങ്ങനെ പൊട്ടി വീണപ്പോൾ ആ കുറ്റവാളി എന്തെങ്കിലും പറഞ്ഞോ എന്ന്. ഭടന്മാർ ഉത്തരം പറഞ്ഞു, അതെ, അദ്ദേഹം പറഞ്ഞു, മര്യാദയ്ക്ക് ഒരു കയർ വാങ്ങാൻ രാജാവിന് കഴിയില്ല, പിന്നെയല്ലേ അദ്ദേഹം ഈ രാജ്യം ഭരിക്കുന്നത്. ഇത് കേട്ട രാജാവ് നേരിട്ട് ചെന്ന് ആ കുറ്റവാളിയുടെ കഴുത്തറുത്ത് കൊന്നു. കാരണം അയാളിൽ നിന്ന് പുറത്തേക്ക് പോയ വാക്കുകൾ മാത്രമാണ്. ചില അവസരങ്ങളിൽ നാം പറഞ്ഞു പോകുന്ന വാക്കുകൾ അതിന് പ്രസക്തി ഇല്ലാതെ വരുന്നു. നമുക്ക് നമ്മുടേതായ ഒരു പ്രതിച്ഛായ ഉണ്ട്. നമ്മുടെ പ്രതിച്ഛായ നിർണ്ണയിക്കുന്നത് 3 കാര്യങ്ങളാണ്. 1, നാം ധരിക്കുന്ന വസ്ത്രം. 2, നമ്മുടെ കയ്യിലുള്ള ധനം. 3, നമ്മുടെ പദവി എന്താണോ അത്. നാം ധരിക്കുന്ന വസ്ത്രം നമ്മെ വിലയിരുത്താറുണ്ട്. എങ്ങനെയാണോ മറ്റൊരാളുടെ മുന്നിലേക്ക് ചെല്ലുന്നത്, ആ ഒരു പ്രതിച്ഛായ എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ വസ്ത്രധാരണ രീതി ഒക്കെ ശ്രദ്ധിക്കുക. നമുക്കുള്ളത് എന്താണോ അത് വൃത്തിയായി വെടുപ്പായി ഉപയോഗിക്കാൻ ശീലിക്കുക. 2, പണം സമ്പാദിക്കുക. നമ്മെക്കൊണ്ട് പറ്റുന്ന ജോലി ചെയ്ത് സമൂഹത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. അവിടെയാണ് നമുക്ക് മൂല്യം നൽകപ്പെടുന്നത്. 3, ജോലി, അതിലുള്ള നമ്മുടെ പദവി, അത് നമുക്ക് മൂല്യം നൽകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലുള്ള വഴി എന്താണോ ആ വഴിയിലൂടെ എന്തെങ്കിലുമൊക്കെ ആകാൻ ശ്രമിക്കുക. ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കും.